മലപ്പുറം തിരുവാങ്കുളത്ത് കൊല്ലപ്പെട്ട 4 വയസ്സുകാരി സ്വന്തം വീടിനുള്ളിൽ നേരിട്ടത് ക്രൂരമായ ലൈംഗികാതിക്രമെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടെത്തൽ. സ്വന്തം അച്ഛന്റെ സഹോദരൻ 1.5 വർഷക്കാലമാണ് കുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചത്. കൊല്ലപ്പെട്ട ദിവസവും കുട്ടിയെ അതിക്രമത്തിന് ഇരയാക്കി. പ്രതി ലൈംഗിക വൈകൃതമുള്ളയാളാണെന്നും അശ്ലീല ചിത്രങ്ങൾ സ്ഥിരമായി കാണാറുള്ളയാളാണെന്നും അടക്കമുള്ള വിവരങ്ങൾ ഇപ്പോൾ ആ പ്രതിയുടെ ഫോണിൽ നിന്ന് പോലീസിന് ലഭിച്ചിട്ടുണ്ട്. എസ് രാഗിൻ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ കേസിൽ കുഞ്ഞിന്റെ അമ്മയെ വിശദമായി ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം ഒരുങ്ങുകയാണ്. ഈ പീഡന വിവരം ആ കുട്ടി സ്വന്തം അമ്മയോട് പറഞ്ഞിരുന്നു എന്നാണ് പോലീസിന്റെ പ്രാഥമികമായ ഒരു നിഗമനം. കൊലപാതക കേസിൽ പോലീസ് ഇന്ന് അമ്മയ്ക്കായുള്ള കസ്റ്റഡി അപേക്ഷ നൽകാൻ ഒരുങ്ങുകയാണ്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ ഇന്ന് വന്നേക്കുന്നത് അത്ര നല്ലൊരു വാർത്ത പറയാനോ അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ട് സംസാരിക്കാനോ വേണ്ടിയിട്ടല്ല. നിങ്ങളെല്ലാവരും ന്യൂസിൽ കണ്ടു കാണും. ഞാൻ നേരത്തെ വെച്ചതുപോലെ നമ്മുടെ ആലുവയിൽ മരിച്ചിട്ടുണ്ടായിരുന്ന 4 വയസ്സുള്ള കുട്ടിയുടെ കേസ് പറയാൻ വേണ്ടിയിട്ടാണ്. സത്യം പറഞ്ഞാൽ ആ വാർത്ത കണ്ട സമയത്ത് ഭയങ്കര വിഷമം തോന്നി. അത് എന്താ പറയുന്നത്, എൻ്റെ വീട്ടിലുണ്ട് ഇതേ ഏജിലുള്ള 2 മക്കളുണ്ട്. അപ്പം അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫുൾ ടൈം ഇങ്ങനെ ചലച്ചോണ്ടിരിക്കും, ഇങ്ങനെ കേൾക്കാൻ പറ്റിയ പോലെ കിളിക്കി കിളിക്കി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന മക്കളാണ്. അപ്പം അവരെ പോലത്തെ ഒരു കുഞ്ഞിന് ഈ ഗതി വന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ ഭയങ്കര സങ്കടമുണ്ട്. കാര്യം ഞങ്ങളുടെ വീട്ടിൽ അവർ രണ്ടുപേര് സംസാരിക്കുന്ന രീതികളും അവരുടെ കളിയും ചിരിയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഭയങ്കരമായിട്ട് വീട് ഭയങ്കര ലൈവായിട്ട് നിൽക്കും. അതുപോലെ ആ വീട് ലൈവായിട്ട് നിർത്തിയൊരു വാവയാണ് ഇപ്പം ഇല്ലാതായിരിക്കുന്നത്. അത് വെറുതെ ഇല്ലാതായതല്ല. ഇപ്പോൾ വരുന്ന ന്യൂസുകൾ കേൾക്കുന്ന സമയത്ത് ഭയങ്കര ഷോക്കിംഗ് ആയിട്ടുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ആ കുഞ്ഞിന് സംഭവിച്ച കാര്യങ്ങളെ പറ്റിയിട്ട് കേൾക്കുമ്പോൾ ആ കുഞ്ഞിനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട കൈകൾ തന്നെ ആ കുഞ്ഞിനെ നശിപ്പിച്ചു എന്ന് പറയുന്നത് എത്രത്തോളം ഒരു എന്താ പറയുന്ന വാക്കുകളില്ല അത് പറയാനായിട്ട്. എത്രത്തോളം ഭയാനകമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ്. നമ്മൾ നമ്മുടെ ലൈഫിൽ ഇപ്പോൾ പോകുന്ന അനുസരിച്ചിട്ട് നമ്മൾ ആരെ വിശ്വസിക്കും? സ്വന്തമായിട്ട് കൂടെ നിൽക്കുന്നവർ വരെ ഒരു കുഞ്ഞിനെ കാണുന്ന രീതി എന്ന് പറയുന്നത് വേറൊരു രീതിയാണെന്ന് അറിയുമ്പോൾ അത് ഭയങ്കര പേടിപ്പെടുത്തുന്ന കാര്യമല്ലേ? ആ കുഞ്ഞിൻ്റെ അമ്മ ഇനി പറയുന്നത് എൻ്റെ മോളിങ്ങനെ സെക്ഷലി ഹെറാസ് ചെയ്യപ്പെട്ടത് കൊണ്ട് ഞാൻ ആ കുഞ്ഞിനെ കൊന്നു എന്നാണ് പറയുന്നത് എങ്കിൽ അത് ഭയങ്കര റോങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങൾ കൊല്ലേണ്ടത് ആ കുഞ്ഞിനെ ആയിരുന്നില്ല, അത് ചെയ്തവനെ ആയിരുന്നു. കാരണം നമ്മുടെ സിസ്റ്റത്തിൽ ചെന്ന് പറയുക, അല്ലെങ്കിൽ നമുക്കിവിടെ സിസ്റ്റവും കോടതിയും കാര്യങ്ങളൊക്കെ വെച്ചേക്കുന്നത് വെറുതെ കാണാൻ വേണ്ടിയിട്ടല്ല. ഇങ്ങനെ ഒരു കേസ് നിങ്ങൾക്ക് അറിയാമായിരുന്നെങ്കിൽ നിങ്ങൾ ആദ്യം പോയി റിപ്പോർട്ട് ചെയ്യേണ്ടിയിരുന്നത് അടുത്തുള്ളൊരു പോലീസ് സ്റ്റേഷനിലായിരുന്നു, അല്ലാതെ ആ കുഞ്ഞിനെ അല്ല കൊന്നുകളയേണ്ടത്. നിങ്ങൾക്ക് നോക്കാൻ പറ്റുന്നില്ല ആ കുഞ്ഞിന് അങ്ങനെ ഒരു ഗതി വരുന്നുണ്ടെങ്കിൽ ഇവിടെ ചൈൽഡ് പ്രൊട്ടക്ഷൻ ആക്ടും അതേപോലെ തന്നെ ചൈൽഡ് ലൈനും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അവിടെ കൊണ്ട് കൊടുക്കുക, അവർ നോക്കിക്കോളാം ആ കുഞ്ഞിനെ. നിങ്ങൾക്ക് ഇതുപോലെ കൊന്നുകളയാൻ വേണ്ടിയിട്ടല്ല ആ മക്കളെ ദൈവം തരുന്നത്. അവർ ഈ ഭൂമിയിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് അവരുടെ ഈ റൈറ്റ് ഉണ്ട് ഈ ലൈഫിൽ ജീവിച്ചു തീർക്കാൻ വേണ്ടിയിട്ട്. നമ്മളുടെ ഒരു ആളുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ട് ഇല്ലാതാക്കാനുള്ളതല്ല ഒരു കുഞ്ഞുമക്കളുടെ ലൈഫ് എന്ന് പറയുന്നത്. മിനിഞ്ഞാന്നാണ് ആ കുഞ്ഞിനെ കാണാതാവുന്നത്. കുഞ്ഞിൻ്റെ അമ്മ തന്നെ കുഞ്ഞിനെ കൊണ്ടുപോയി ചാലക്കുടി പുഴയിൽ എറിഞ്ഞിട്ട് തിരിച്ച് വീട്ടിൽ വന്ന് ഒരു കൂസലും ഇല്ല അവർക്ക്. വന്നിട്ട് ഭർത്താവിനെ വിളിച്ചിട്ട് എന്തുവാ ഫ്രൂട്ട്സ് എന്തോ വാങ്ങിച്ചുകൊണ്ട് വരാനോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു. എന്നുവെച്ചാൽ അവരൊരു ക്രൈം ചെയ്തിട്ടേ ഇല്ല എന്നുള്ള രീതിക്ക് സംസാരിക്കുന്നു. എന്ത് അഭിനയമാണ്! ഒരമ്മയ്ക്ക് ഇതൊക്കെ കഴിയുമോയെന്ന് ഞാൻ ആ ന്യൂസ് കേട്ട സമയത്ത് ആലോചിച്ചു പോയി. ഇന്നലെ നൈറ്റാണ് ഞാൻ കുഞ്ഞ് റേപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് അറിയുന്നത്, ആ ന്യൂസ് കാണുന്നത്. ശരിക്കും അത് ഷോക്കിംഗ് ആയിരുന്നു. കാര്യം ഓൾറെഡി ആ കുഞ്ഞ് മരിച്ചത് നമ്മളുടെ മൈൻഡിനെ ഭയങ്കര ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു കാര്യമാണ്. കാരണം അത് ആ ഏജിലുള്ള മക്കളെ ഞങ്ങൾക്ക് ഇവിടെ ഉണ്ട്. അപ്പം ആ ഒരു ഇത് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ ആ കുഞ്ഞിൻ്റെ വിധി എന്ന് പറയുന്നത് അതിനേക്കാൾ ഭയാനകമായിട്ടുള്ളൊരു സാധനമാണ്. അപ്പം അതുകൂടി കേൾക്കുന്ന സമയത്ത് ഒരു നോർമൽ പേഴ്സൺ എന്നുള്ള രീതിക്ക് എനിക്കുണ്ടായ ഒരു ഷോക്കിങ് പോലും ആ കുഞ്ഞിൻ്റെ അമ്മയ്ക്ക് ഉണ്ടായില്ല. ആ ഒരു കുറ്റകൃത്യത്തിന് മുതിർന്നു എന്ന് പറയുമ്പോഴത്തേക്ക് അവരുടെ മനസ്സ് സമ്മതിക്കണം കേട്ടോ നിങ്ങളെയൊക്കെ. കുട്ടിയെ ഇയാൾ ഉപദ്രവിച്ചിരുന്ന വിവരം ഒരു സമയത്ത് ഈ കുട്ടി തന്നെ അമ്മയോട് പറഞ്ഞിരുന്നു. അമ്മ ഈ വിവരം വളരെ ദേഷ്യത്തോടെ ഇയാളോട് ചോദിക്കുകയും ഇയാളെ അടിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇയാൾ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. പക്ഷേ അമ്മ ഈ വിവരം മറ്റാരോടും പറഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് പ്രതി വിശ്വസിച്ചിരുന്നത്. ഇനി ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് ഇന്ന് ആ അമ്മയെ കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ മാത്രമേ വ്യക്തമാകൂ. ഇതിനപ്പുറം ഒരുപാട് വിവരങ്ങൾ ഈ പ്രതി മൊഴിയായി നൽകിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും നമുക്ക് പുറത്തു പറയാൻ പോലും മനസ്സനുവദിക്കാത്ത വിവരങ്ങളാണ് ഇപ്പോൾ ഈ പ്രതിയുടെ മൊഴിയിലുള്ളത്. ഏതായാലും ഈ വിവരം കുട്ടി അമ്മയോട് പറഞ്ഞ വിവരം കുട്ടി തന്നെയാണ് ഇയാളോട് പറഞ്ഞത്. അമ്മയോട് ഞാൻ പറഞ്ഞു എന്നുള്ള വിവരം പറയുന്നത്. അതിനുശേഷമാണ് അമ്മ ഇയാളെ നേരിൽ കാണുകയും ഇയാളെ അടിക്കുകയും ചെയ്യുന്നതെന്നും ഇയാൾ മൊഴി നൽകിയിട്ടുണ്ട്. ആ കുഞ്ഞ് തന്നെ ആ കുഞ്ഞിന്റെ അമ്മേന്റെ അടുത്ത് ഈ
പ്രതി ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ സമയത്തും ഈ അമ്മ അത് വേറൊരാളുടെ അടുത്തും പറഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും ഒരു വൃത്തികെട്ടൊരു കാര്യം. അവർക്കത് ഉടനെ അത് ഒന്നെങ്കിൽ വീട്ടിൽ പറഞ്ഞിട്ട് അവർ മറ്റേ വീട്ടുകാരോട് പറഞ്ഞിട്ട് കാര്യമില്ല എങ്കിൽ ഉടനെ പോലീസ് സ്റ്റേഷനിലോ അങ്ങനെയുള്ള എവിടെയെങ്കിലും പോയി പറഞ്ഞ് അയാളെ അകത്താക്കാൻ നോക്കാതെ ആ കുഞ്ഞിനെ കൊന്നു കളഞ്ഞിരിക്കുന്നു. എന്ത് വൃത്തികെട്ട സ്ത്രീയാണ് നിങ്ങൾ! നിങ്ങളൊരു അമ്മയാണോ? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ കുഞ്ഞിന്റെ ബോഡിയിൽ ഇത്രയും അധികം മുറിവുകളും കാര്യങ്ങളും അയാളുടെ പ്രൈവറ്റ് പാർട്ടിൽ വരെ മുറിവുകളുണ്ട്. ആ മുറിവുകളൊന്നും ആ വീട്ടിൽ വേറെ ആരും കണ്ടില്ല. 4 വയസ്സുള്ള കുഞ്ഞെന്ന് പറയുമ്പോൾ ആ കുഞ്ഞിനെ കുളിപ്പിക്കുന്നതും ഒക്കെ നമ്മളെ വീട്ടുകാരായിരിക്കും. അത് കുഞ്ഞിന് ഒറ്റയ്ക്ക് അത് ചെയ്യാനുള്ളതായിട്ടില്ല. അങ്ങനെ കുളിപ്പിക്കുമ്പോഴും ഒന്നും ഇവർ ആ മുറിവുകളൊന്നും കണ്ടില്ല എന്ന് പറയുന്നത് അതെങ്ങനെ ശരിയാവും? ഇത് മൊത്തത്തിൽ ഇതിനകത്ത് എന്തൊക്കെയോ ചീഞ്ഞ് നാറുന്നതുപോലെ എനിക്ക് തോന്നുന്നുണ്ട്. കാര്യം അവരുടെ ഫാമിലിയിൽ എല്ലാവരെയും ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്യുന്നത് നല്ലതായിരിക്കും. കാര്യം ഫാമിലി മെമ്പേഴ്സ് ആരും അറിഞ്ഞിട്ടില്ല, അവരാരും നോട്ട് ചെയ്തിട്ടില്ല ഈ ഒരു സാധനം. ഒരു 4 വയസ്സുള്ള കുഞ്ഞിന് ഇത്രയും വേദന സഹിക്കുക എന്ന് പറയുന്നത് അതെനിക്ക് തോന്നുന്നില്ല അത് എങ്ങനെ പോസിബിൾ ആവുമെന്ന്. അയാൾക്കൊട്ടും വയ്യാതെയൊക്കെ വരില്ലേ ഇത്രയൊക്കെ സെക്ഷലി യൂസ് ചെയ്യപ്പെടുമ്പോൾ? അങ്ങനെ യൂസ് ചെയ്യപ്പെടുന്ന സമയത്ത് ആ കുഞ്ഞ് വയ്യാതെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ വീട്ടിലൊക്കെ ഒരു മക്കൾക്ക് വയ്യാതെ വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകത്തില്ലേ? ഇവരെന്താ ഹോസ്പിറ്റലിൽ പോലും ആ കുഞ്ഞിനെ കൊണ്ടുപോയിട്ടുണ്ടാവില്ലേ? ഇതെനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇതിനകത്ത് ഇതെങ്ങോട്ടാണ് ഈ കേസ്? ഇത് മൊത്തത്തിൽ ഇതിൽ കുറ്റപത്രവും കാര്യങ്ങളും ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കിത് എന്താണെന്നൊരു ഐഡിയ എങ്കിലും കിട്ടത്തുള്ളൂ. ആ രീതിക്കാണ് ഈ കേസ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാലും അമ്മ അയാളെ പ്രൊട്ടക്ട് ചെയ്യാനാണ് നോക്കുന്നത്. അതെന്താന്ന് ആദ്യം കണ്ടുപിടിക്കണം. ആ കുഞ്ഞ് ആ 4 വയസ്സുള്ള മോള് വന്ന് അമ്മേൻ്റെ അടുത്ത് ഇങ്ങനെ ഇതേപോലെ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ പോലും അതിനു വേണ്ടി ആക്ഷൻ എടുക്കാത്ത ഒരമ്മ എന്തായാലും കൊള്ളാം. നമ്മളുടെ ഇതിൽ ഈ കുഞ്ഞിന്റെ അമ്മേനെ കുറ്റം പറയുമ്പോഴത്തേക്ക് ഇപ്പൊ താഴത്ത് കുറെ പേര് പറയുന്നുണ്ട്, നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് പറയുന്നത്, ആ കുഞ്ഞിന്റെ അമ്മയുടെ ഭാഗം കേൾക്കുന്നത്. ഒരു കാര്യം ചോദിക്കട്ടെ, ഇതിനകത്തൊക്കെ എന്ത് ഭാഗം കേൾക്കാനാണ്? നമ്മൾ ഇന്ന് ഈ 2025 ഈ ഒരു ദിവസം വന്ന് നിൽക്കുന്ന സമയത്തിനുള്ളിൽ കഴിഞ്ഞു പോയിട്ടുള്ള കുറെ പാസ്റ്റിലെ കുറെ കേസുകൾ എടുക്കണം. അതായത് അമ്മമാര് കൊന്നിട്ടുള്ള കുഞ്ഞുങ്ങളുടെ ആ ഒരു കേസ് എടുക്കുമ്പോഴത്തേക്കും അതിൽ ഭൂരിഭാഗവും കേസുകളും ഒന്നെങ്കിൽ ആ പെൺകുട്ടി മൈനർ ആയിരിക്കും, അതല്ല എങ്കിൽ ആ പെൺകുട്ടിയുടെ അല്ലെങ്കിൽ ആ അമ്മയുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നടപ്പാക്കാൻ വേണ്ടിയിട്ട് ആ മക്കളെ കൊല്ലുന്ന രീതിക്കാണ് വന്നേക്കുന്നത്. മനസ്സിലായോ? എടപ്പള്ളിയുടെ ഇഷ്യൂ ആണെങ്കിലും ശരണ്യയുടെ ഇഷ്യൂ ആണെങ്കിലും ഒക്കെ, ശരണ്യയുടെ ഇഷ്യൂവിൽ കുഞ്ഞിനെ കൊന്നിട്ട് കടപ്പുറത്ത് കൊണ്ടുപോയി കുഞ്ഞിനെ കടലിലെറിഞ്ഞ് കൊന്നിട്ട് തിരിച്ചു വന്ന് ഒരു കൂസലില്ലാതെ അവർ കയറി കിടന്ന് ഉറങ്ങി. ഭർത്താവാണ് കൊന്നതെന്ന് പറഞ്ഞൊരു കേസും കൊടുത്തു. എങ്ങനെ ഇരിക്കുന്നു? ഇത്തരത്തിലുള്ള കേസുകളൊക്കെ കേട്ടിട്ട് ഈ ഒരു കേസിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് അങ്ങനെ തോന്നൂ. പ്രത്യേകിച്ച് ആ കുഞ്ഞിന്റെ സഹോദരൻ, അതായത് പിതൃ സഹോദരനാണ് ആ കുഞ്ഞിനെ റേപ്പ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ആ കുഞ്ഞിന്റെ പിതൃ സഹോദരനെ ഈ അമ്മ പ്രൊട്ടക്ട് ചെയ്യുന്നത് കൂടി കാണുന്ന സമയത്ത് നമുക്ക് വേറെ രീതിക്ക് ചിന്തിക്കാൻ തോന്നത്തില്ല. ഈ രീതിക്ക് ചിന്തിക്കാൻ തോന്നത്തുള്ളൂ. എന്തുകൊണ്ട് സ്വന്തം മോളേക്കാൾ പ്രാധാന്യം ഇയാൾക്ക് കൊടുക്കുന്നു? അവരെന്തുകൊണ്ട് മൊഴി മാറ്റുന്നു? ഇതൊന്നും ആരും ചിന്തിക്കുന്നില്ല. മാനസികാസ്വസ്ഥ ആ ലേഡിക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മെന്റലി ഒരു പ്രശ്നമുള്ള ഒരാൾ ഇങ്ങനെയൊക്കെ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഭയങ്കര ക്രൂവലാണ് ഇതൊക്കെ. നമ്മുടെ സൊസൈറ്റി പോകുന്നൊരു ഇത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര പേടി തോന്നുന്നുണ്ട്. നമ്മൾ നാളെ നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ ഇങ്ങനെയൊക്കെ വളർത്തും, ആരെ വിശ്വസിക്കും? ആരുടെ കൂടെ വിടും? നമ്മുടെ സ്വന്തം അച്ഛനെയും അമ്മേനെയും പോലും എന്താ പറയുന്നത്, സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്ന രീതിക്ക് ഈ സൊസൈറ്റി പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താ പറയണ്ടേ ഈ ഒരു കേസിന്? നമ്മുടെ സിസ്റ്റത്തില് ഈ കുറെ ലോ ആൻഡ് ഓർഡേഴ്സ് ഒക്കെ മാറി പുതിയതൊക്കെ കൊണ്ടുവരേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. കാര്യം ഇപ്പൊ പണ്ടത്തെ പോലൊന്നും അല്ല, ഒത്തിരി ക്രൈംസ് വരുന്നുണ്ട്. ആ ക്രൈം കൂടുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ശിക്ഷ കടുപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. അതല്ലാതെ ഒരു പ്രതി ജയിലിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവനെ പുറത്തിറക്കാൻ വേണ്ടി 1000 ലൂപ്പ് ഹോളുണ്ട് നമ്മുടെ നിയമത്തില്. കേസ് നന്നായിട്ട് വാദിക്കാൻ അറിയാത്ത ഒരു വക്കീലുണ്ടെങ്കിൽ ഏത് കുറ്റവാളിയും പുറത്തിറങ്ങും. അതൊക്കെ മാറണം. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്കെതിരെയൊക്കെയുള്ള ഈ സെക്ഷൽ അസോൾട്ട് പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വൃത്തികെട്ടവന്മാരെ തൂക്കിക്കൊല്ലുക തന്നെയാണ്. തൂക്കിക്കൊല്ലുകയല്ല ചെയ്യേണ്ടത്, അതിലും കടുത്ത എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അതാ കൊടുക്കേണ്ടത്. നമ്മുടെ സിസ്റ്റം സത്യം പറഞ്ഞാൽ ഈ ഒരു കാര്യത്തിലെങ്കിലും, ഈ പോക്സോ കേസിന്റെ കാര്യത്തിലെങ്കിലും ഇത് മാറിയേ പറ്റത്തുള്ളൂ. കാര്യം എന്തോരം കേസുകളാണ് കേൾക്കുന്നത്, കേട്ട് മടുത്ത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് പേടിയാടോ. എന്ത് വിശ്വസിച്ചാ കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ
ഒരിടത്ത് കൊണ്ട് ആക്കുന്നതിപ്പോ ആരെ വിശ്വസിക്കും? സിറ്റുവേഷൻ മാറണമെങ്കിൽ അതിനാകെയുള്ള ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ നിയമം ശക്തമാവുക എന്നുള്ളതാണ്. ഇപ്പോൾ ഉള്ള നിയമത്തിൽ കുറ്റകൃത്യങ്ങൾക്ക് കൊടുക്കുന്ന ശിക്ഷ കടുപ്പിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ഒരു കുഞ്ഞു കൊച്ചിന് 1.5 വയസ്സ് തൊട്ട് ആ കുഞ്ഞ് റേപ്പ് ചെയ്യപ്പെടുന്നു എന്ന് പറയുന്നത് അത്ര ചില്ലറ കാര്യമൊന്നുമല്ല. 1.5 വയസ്സ് പെൺകുഞ്ഞാണ്. അതിന്റെ ശരീരം പോലും പൂർണ്ണ വളർച്ച എത്തിയിട്ടില്ല. അതിനെയാണ് ഇമാതിരി രീതിക്ക് സെക്ഷുവലി ഒക്കെ യൂസ് ചെയ്യുന്നത് വൃത്തികെട്ടവനൊക്കെ. കഷ്ടം. ഇങ്ങനെയുള്ളവന്മാരെയൊക്കെ തൂക്കിക്കൊല്ലുക വേണ്ടത്. പക്ഷെ നമ്മുടെ ലോകം അതിന് സമ്മതിക്കത്തില്ല. തൂക്കിക്കൊല്ലാൻ വേണ്ടിയിട്ട് ചെല്ലുന്ന സമയത്ത് അവര് എന്താ പറയുന്നത്, അതിനും ഒഫൻസ് കാര്യങ്ങള്, ബെയില് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരോ ലൂപ്പ് ഹോൾസ് ഒക്കെ പറഞ്ഞ് നീട്ടിക്കൊണ്ട് പോകും. സുപ്രീം കോടതി അത് ക്യാൻസലും ചെയ്ത് വിടും. അതറിയാവുന്നത് കൊണ്ടാണ് ഇവനൊക്കെ ഇതിനു വേണ്ടി ഇറങ്ങുന്നത്. കാര്യം നമ്മുടെ രാജ്യത്ത് ഇത്രേ ഉള്ളൂ, എന്ത് ചെയ്താലും അത് ഇത്രേ ആവത്തുള്ളൂ എന്നുള്ള ഒരു ഇതിന്റെ പുറത്താണ് ഇവരെല്ലാം നിൽക്കുന്നത്. ഇപ്പൊ ഈ കുഞ്ഞിന്റെ അമ്മയുടെ കേസാണെങ്കിലും ഈ പെൺകുട്ടിക്ക് മാനസികാസ്വസ്ഥ ഉണ്ടെന്ന് ഒരു ഡോക്ടർ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അവര് വെളിയിൽ വരും. അപ്പൊ കുഞ്ഞിനെ കൊന്നതാ, കുഞ്ഞിനുള്ള ജസ്റ്റിസോ? പിന്നെ ഈ കുഞ്ഞിന്റെ ചിറ്റപ്പനോ കൊച്ചച്ഛനോ ആരോ ആയിക്കോട്ടെ, ആ വൃത്തികെട്ടവൻ ഇയാൾക്കൊന്നും എങ്ങനെ പോയാലും തൂക്കുകയറൊന്നും കിട്ടാൻ പോകുന്നില്ല. ഇനി അഥവാ ഇപ്പം ഒരു ഫസ്റ്റിലത്തെ ഇതിൽ മജിസ്ട്രേറ്റ് കോടതിയിൽ വിധിച്ചു കഴിഞ്ഞാൽ, ജുഡീഷ്യൽ കോടതിയിൽ വിധിച്ചാൽ തന്നെ അത് ഹൈക്കോർട്ടിൽ പോവാം. അപ്പീൽ കൊടുത്തു കഴിഞ്ഞാൽ അത് ജീവപര്യന്തമായിട്ട് മാറും. അതിൽ കൂടുതൽ വേറൊന്നും ഇവിടെ കൊടുക്കാനില്ല. ഏറ്റവും കൂടിയൊരു ശിക്ഷ എന്ന് പറഞ്ഞിട്ട് ഇതിൽ നിയമസംഹിതയിൽ ഇപ്പൊ കൊടുത്തേക്കുന്ന ഏറ്റവും വില കൂടുതൽ എന്ന് പറഞ്ഞാൽ ഇരട്ട ജീവപര്യന്തമൊക്കെയാ. അതിൽ കൂടുതലൊന്നുമില്ല. അത് കഴിഞ്ഞ് തീരുമ്പോഴത്തേക്ക് ഇയാള് വട്ടിയാവും, പിന്നെ ഒന്നും നോക്കാനില്ലല്ലോ. അതല്ല വേണ്ടത്. ശിക്ഷയൊക്കെ കൊടുക്കുമ്പോഴത്തേക്കും കൊടുക്കുന്ന ശിക്ഷ കാണുമ്പോൾ ഇനി ഒരുത്തന് ചെയ്യാനായിട്ട് തോന്നാത്ത രീതിക്ക്, അവൻ പേടിക്കുന്ന രീതിക്കത്തെ ശിക്ഷ കൊടുക്കുന്ന രീതിക്ക് നമ്മുടെ നിയമസംഹിത മാറണം. ഇനി എന്ന് മാറാനാ? ഒരു കുഞ്ഞ് അല്ലെങ്കിൽ ഒരു ആള് കൊല്ലപ്പെട്ട് കഴിയുമ്പോൾ, ബ്രൂട്ടലി റേപ്പ് ചെയ്യപ്പെട്ടും മറ്റും കൊല്ലപ്പെട്ട് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ചു പേര് വന്നിരുന്നിട്ട് ഇങ്ങനെ പറയും, നമ്മുടെ നിയമത്തിൽ മാറ്റം വരുത്തണം, മറ്റേത് വരുത്തണം, ഇത് ചെയ്യണം, അത് ചെയ്യണം എന്നൊക്കെ. പക്ഷെ അത് വരാറില്ല. വീണ്ടും ഇത് തന്നെ, വീണ്ടും ഒരു ക്രൈം നടക്കും, ഇത് വീണ്ടും റിപ്പീറ്റ്. കുറച്ച് കഴിയുമ്പോൾ അത് കെട്ടടങ്ങും. ഇതിങ്ങനെ പോവാണ്. അതിനകത്ത് ഒരു മാറ്റം വരുത്താൻ ആരും ശ്രമിക്കുന്നില്ല. ഭയങ്കര കഷ്ടമാണ്. നമ്മളിത് ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ട് ആ കുഞ്ഞിന്റെ കാര്യം ഓർക്കുമ്പോഴത്തേക്കും. കാര്യം നമ്മുടെ വീട്ടിലും ഉണ്ട് അതുപോലത്തെ മക്കള്. അവരുടെ കളിയും ചിരിയും കാണുമ്പോഴത്തേക്കും ആ കുഞ്ഞും ഇതേ ഒരു സൈക്കിളിൽ പോയിക്കൊണ്ടിരുന്ന ഒരാളായിരിക്കും. അതിന്റെ ലൈഫ് ഇതുപോലെ മാറ്റിയത് അതിന്റെ കൂടെ ചേർത്ത് പിടിക്കേണ്ടവർ തന്നെയാണ്. അത് ഓർക്കുമ്പോഴാണ് ഉള്ളിൽ ഭയങ്കര ഒരു വിങ്ങല് പോലെ തോന്നും. ഇതിനെ പറ്റിയിട്ട് എനിക്ക് പറയാൻ വാക്കില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എനിക്കിത് എന്തായാലും നമ്മുടെ സിസ്റ്റം മാറേണ്ട സമയം കഴിഞ്ഞു. ഇതിനെ പറ്റി വേറെ കൂടുതലൊന്നും പറയാൻ കിട്ടുന്നില്ലടാ.